ഇന്ന് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി രണ്ടാമത്തെ യൂണിറ്റ് നോക്കാം. കനിവായി നിലാവായി എന്നാണ് യൂണിറ്റിൻ്റെ പേര്. സ്നേഹവും വാത്സല്യവുമൊക്കെ നിറഞ്ഞൊഴുകുന്ന കഥകളും കവിതയുമാണ് ഈ യൂണിറ്റിൽ പഠിക്കുവാനുള്ളത്. മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു. തിക്കൊടിയൻ എഴുതിയ ഒരു ചെറിയ കഥയാണ് ഒന്നാമത്തെ പാഠം. അതിനു മുൻപ് ഒരു പ്രവേശക പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്. ഒരു കൊച്ചു പെൺകുട്ടി ചുമരിൽ എന്തൊക്കെയോ എഴുതുന്നു. അതെന്താണെന്നൊന്ന് നോക്കാം. അമ്മ, ഇത് കണ്ടോ? നമ്മൾ പുതുതായി വാങ്ങി ഒട്ടിച്ച വാൾപേപ്പർ മുഴുവൻ വാവ ക്രയോൺസ് കൊണ്ട് കുത്തി വരച്ചു. ജോലി കഴിഞ്ഞെത്തിയ അമ്മയെ പടിക്കൽ തടഞ്ഞു നിർത്തി പരാതി പറയുകയായിരുന്നു മൂത്ത കുട്ടി. നോക്കുമ്പോൾ ചുമരിലാകെ പതിച്ച ഭംഗിയുള്ള വാൾപേപ്പറിൽ നിറച്ചും പല നിറങ്ങൾ കൊണ്ടുള്ള കുത്തിവരകളും എഴുത്തും. അമ്മയ്ക്ക് ദേഷ്യവും സങ്കടവും വന്നു. എന്നാലും അതിനിടയിൽ അമ്മ ഒരു കാര്യം ശ്രദ്ധിച്ചു. പല വർണ്ണങ്ങൾ കൊണ്ട് വാവ കോറിയിട്ടിരിക്കുന്നത് അമ്മ ഇങ്ങനെ വായിച്ചു: അമ്മയെ എനിക്കിഷ്ടമാണ്, അമ്മയെ എനിക്കിഷ്ടമാണ്, അമ്മയെ എനിക്കിഷ്ടമാണ്. അമ്മയുടെ കണ്ണ് നിറഞ്ഞു. മുകളിൽ ചേർത്ത അനുഭവം വായിച്ചല്ലോ. അമ്മയുടെ കണ്ണ് നിറയാൻ എന്താണ് കാരണം? പറഞ്ഞു നോക്കൂ. അപ്പോൾ ഈ കുഞ്ഞു പെൺകുട്ടി ഈ ഭിത്തിയിലൊട്ടിച്ച ഒരു വാൾപേപ്പറിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്, അമ്മയെ എനിക്കിഷ്ടമാണെന്ന്. അപ്പം മൂത്ത കുട്ടി അമ്മയോട് പരാതി പറഞ്ഞു. ഈ കുഞ്ഞു പെൺകുട്ടി ഇങ്ങനെ ഭിത്തിയിലെല്ലാം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷെ എന്തായിരുന്നു ആ കുഞ്ഞു പെൺകുട്ടി എഴുതിയിരിക്കുന്നത്? അമ്മയെ എനിക്കിഷ്ടമാണെന്ന്. അപ്പോൾ അമ്മയുടെ കണ്ണ് നിറയുവാൻ എന്തായിരിക്കും കാരണം? എന്തായിരിക്കും? ഈ കുഞ്ഞിന് അമ്മയോടുള്ള സ്നേഹം ആലോചിച്ചിട്ട്, അല്ലേ? ഈ കുഞ്ഞു പെൺകുട്ടിക്ക് തന്നോടുള്ള സ്നേഹം ആലോചിച്ചിട്ട് തന്നെയാണ് അമ്മയുടെ കണ്ണ് നിറഞ്ഞത്. ഇനി പാഠത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ പാഠം, മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു. തിക്കൊടിയൻ എഴുതിയ ഒരു കൊച്ചു കഥയാണ്. ഉണ്ണിക്കണ്ണനും അമ്മയും മുത്തശ്ശിയും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ കഥയാണിത്. ഇതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. ഉണ്ണിക്കണ്ണൻ ആടിനെ മേയ്ക്കുന്ന കുന്നിനെപ്പറ്റി ഒരു കഥയുണ്ട്. ആ കഥ അവൻ്റെ മുത്തശ്ശി അവന് പറഞ്ഞു കൊടുത്തതാണ്. അവന് 7 or 8 വയസ്സുണ്ടാവും. ഒരു ദിവസം രാത്രിയാണ് കഥ പറഞ്ഞത്. തിരുവാതിരക്കാലത്ത് നല്ല പാല് പോലുള്ള നിലാവിൽ കുട്ടികളും മുതിർന്നവരുമൊക്കെ ഊഞ്ഞാലാടുകയാണ്. അവർ പാട്ട് പാടുന്നുമുണ്ട്. കയറിൽ മുറുക്കി പിടിച്ച് കഴുത്ത് മുകളിലോട്ട് വളച്ച് ആകാശത്തേക്ക് നോക്കി ഊഞ്ഞാലാടാൻ എന്തൊരു രസം! അരിപ്പയിലിട്ട് അപ്പത്തിൻ്റെ പൊടി തെള്ളും പോലെ ആകാശം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴഞ്ഞു മറയും. മരച്ചില്ലകളും ഇലകളും തലയ്ക്കു മുകളിൽ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു പന്തലാവും. അമ്പിളിയമ്മാവൻ ആ പന്തലിൻ്റെ പഴുതുകളിലൂടെ അവിടെയും ഇവിടെയും വന്ന് എത്തിച്ചു നോക്കുന്നൊരു വികൃതി പയ്യനാവും. ഹൈ! അതോർത്തപ്പോൾ ഉണ്ണിക്കണ്ണന് ഇരിക്കപ്പുറതി ഇല്ലാതായി. മുത്തശ്ശി, നിൽക്കും വേണൊരു ഊഞ്ഞാൽ, അവൻ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. പല്ലു പൊഴിഞ്ഞ മുത്തശ്ശി അകത്തിരുന്ന് ജപിക്കുകയാണ്. മുത്തശ്ശിക്ക് കാഴ്ച കുറവാണ്. ചെവിടെ ഒരിത്തിരിയും കേൾക്കില്ല. ഉണ്ണിക്കണ്ണൻ നാമം ജപിക്കുന്ന മുത്തശ്ശിയുടെ അടുത്ത് ചെന്ന് കതിന പൊട്ടിച്ചു. മുത്തശ്ശി, നിൽക്കും വേണൊരു ഊഞ്ഞാൽ. അമ്മ വരുമ്പം കൊണ്ടുവരും മോനെ. ഉണ്ണിക്കണ്ണൻ എന്തോ പറഞ്ഞെന്നല്ലാതെ എന്തു പറഞ്ഞെന്ന് മനസ്സിലാവാത്ത മുത്തശ്ശി അവനെ സമാധാനിപ്പിക്കാൻ ഒരു മറുപടിയും പറഞ്ഞ് നാമജപം തുടർന്നു. അതല്ല മുത്തശ്ശി, അവന് കാര്യം മനസ്സിലായി. വീട്ടുവേല ചെയ്യാൻ പോയ അമ്മ തിരിച്ചു വരുമ്പോൾ ഇത്തിരി ചോറും തണുത്താറിയ കറിയും നനഞ്ഞ തൂവാല പോലത്തെ പപ്പടവും ഒക്കെ കൊണ്ടുവരും. അതാണ് മുത്തശ്ശി സൂചിപ്പിച്ചത്. അത് കേട്ടപ്പോൾ അവനും ചില കാര്യങ്ങൾ ഓർമ്മ വന്നു. വലിയ ഓടിട്ടൊരു മാളിക വീട്ടിലാണ് അമ്മയ്ക്ക് ജോലി. അമ്മയുടെ കൂടെ ഒരു ദിവസം അവൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്. എപ്പോഴും അടഞ്ഞു കിടക്കുന്ന ഇരുമ്പ് ഗേറ്റിൻ്റെ ഇരുവശങ്ങളിലും പല്ലിളിച്ചു കൊണ്ട് നിൽക്കുന്ന സിംഹപ്രതിമ കണ്ടപ്പോൾ അവന് പേടി തോന്നിയില്ല. അമ്മ കാണാതെ അവൻ വലിച്ചു നീട്ടി അതിനെ ഒന്നും കൊഞ്ഞനം കുത്തി. അതിൻ്റെ മുഖം കണ്ടാൽ ആർക്കും അങ്ങനെ ചെയ്യാൻ തോന്നും. ഗേറ്റ് കടന്ന് അകത്ത് ചെന്നപ്പോൾ അവിടെ വലിയൊരു പൂന്തോട്ടം. എന്തൊക്കെ പൂക്കളാണതിൽ! ഉണ്ണിക്കണ്ണന് നോക്കിയിട്ടും മതി വന്നില്ല. പുലരാൻ കാലത്തെ പൂക്കൾക്ക് മണമോ ഭംഗിയോ ഏതാണ് കൂടുതൽ എന്ന് പറയാൻ ആർക്കും വയ്യ. അമ്മയുടെ വസ്ത്രത്തിൽ പിടിച്ച് പൂക്കളുടെ ഭംഗി നോക്കി അവൻ മുന്നോട്ട് നടന്നു. പെട്ടെന്ന് ആ പൂന്തോപ്പിനകത്തു നിന്ന് ഒരു ശബ്ദം. എന്തിനെ ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നത്? ജോലിക്ക് വരുമ്പോൾ കുട്ടികളെ കൊണ്ടുവരരുതെന്ന് പറഞ്ഞിട്ടില്ലേ?
ഉണ്ണിക്കണ്ണൻ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് സൂക്ഷിച്ചു നോക്കി. കഷണ്ടിത്തലയും നരച്ച കൺപുരികങ്ങളും ശുണ്ടി പിടിച്ച മുഖവുമുള്ള ഒരു തടിച്ച മനുഷ്യൻ. അമ്മ മകനെ ഓരത്തു മാറ്റി നിർത്തി ആ മനുഷ്യനിൽ നിന്ന് ഒളിപ്പിച്ചുകൊണ്ട് വേഗം നടന്നു. ആ വീട്ടിൽ അവൻ പിന്നീട് ഒരിക്കലും പോയിട്ടില്ല. എന്തുകൊണ്ടോ അവിടെ പോകാൻ പറ്റില്ലെന്നൊരു തോന്നൽ അവൻ പിന്നീട് പലതവണ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്. പൂന്തോപ്പിൽ രാക്ഷസനുണ്ടാവുമോ? ആ വീട്ടിൽ നിന്നാണ് തണുത്താറിയ ചോറും കറികളും അമ്മ കൊണ്ടുവരുന്നത്. ചിലപ്പോൾ സന്ധ്യയ്ക്ക് വരും, മറ്റു ചിലപ്പോൾ നല്ലോണം ഇരുട്ടിയിട്ട് വരും. അമ്മ അവൻ ഉറങ്ങിയിട്ട് വരുന്ന ദിവസവും കുറവല്ല. അവൻ ഉറങ്ങിയിട്ടാണ് അമ്മ വരുന്നതെങ്കിൽ വന്ന ഉടനെ വിളിച്ചുണർത്തും. വെള്ളമെടുത്ത് മുഖവും കണ്ണുമൊക്കെ നനയ്ക്കും. നല്ല ഉറക്കമുള്ളപ്പോൾ കണ്ണു നനയ്ക്കുന്നത് വലിയ ശല്യമാണ്. ഉറക്കം തൂങ്ങിക്കൊണ്ട് അവൻ ഭക്ഷണത്തിന് മുന്നിലിരിക്കും. അമ്മ ചോറ് കുഴച്ച് വാരി കൊടുക്കും. എൻ്റെ മോൻ ഇത്തിരി കൂടി ഉണ്ടോളൂ. ഉറക്കം കൊണ്ട് നനഞ്ഞു തൂങ്ങുന്ന കൺപോളകളിൽ ഉമ്മ വച്ചും ഇടതു കൈകൊണ്ട് വാത്സല്യപൂർവ്വം പുറം തലോടിയും അമ്മ മകനെ ഊട്ടാൻ ശ്രമിക്കും. ഉരുളകൾ ഓരോന്നായി വായിലേക്ക് കിടക്കും. ചിലപ്പോൾ വായിൽ ഉരുള വച്ചുകൊണ്ട് തന്നെ അവൻ ഉറങ്ങിപ്പോകും. അമ്മ അവനെ പിടിച്ചു കുലുക്കും. മോനെ, ഉണ്ണി ഉണ്ണി വിളി കേട്ട് ഞെട്ടി അവൻ വേഗത്തിൽ ചവയ്ക്കാൻ തുടങ്ങും. അമ്മ നേരത്തെ വരുന്ന ദിവസങ്ങളിൽ അവന് സന്തോഷമാണ്. അവൻ ഓടി മുറ്റത്ത് ചെന്ന് കൈകൾ രണ്ടും പൊക്കിക്കൊണ്ട് പറയും, എന്നെ എടുക്കൂ അമ്മേ. അയ്യയ്യേ, എൻ്റെ ഉണ്ണി, നിനക്ക് കുറവില്ലേ? ഇത്ര പോന്നൊരു ചെറു ബാല്യക്കാരനെ എടുത്തുകൊണ്ട് നടക്കേ. അമ്മ അവനെ കളിയാക്കും. കോലയിലോളം മതി, അവൻ അമ്മയെ തടുത്തിട്ട് പറയും. പിന്നെ അമ്മയ്ക്ക് ഒഴികഴിവൊന്നുമില്ല. വലതു കൈയിലെ ചോറ്റുപാത്രം മുറുക്കി പിടിച്ച് ഇടതു കൈ കൊണ്ട് ഉണ്ണിക്കണ്ണനെ വാരി ഒക്കിൽ വയ്ക്കും. അപ്പോൾ അവൻ്റെ കാലുകൾ മുറ്റത്തെ മണ്ണിലൂടെ ഇഴയും. അവൻ ഒക്കിൽ പറ്റിപ്പിടിച്ചിരുന്നു കൊണ്ട് അമ്മയുടെ കഴുത്തിലും കവിളിലും മാറി മാറി ഉമ്മ വയ്ക്കും. അമ്മയ്ക്കും മകനും ഒപ്പം കുളിരും. അവിടെ ഇരുന്നു കൊണ്ട് അവൻ പൂന്തോപ്പിലെ രാക്ഷസനെ പറ്റി ഒരു 100 ചോദ്യം അമ്മയോട് ചോദിക്കും. പൂക്കൾ അവനിഷ്ടമാണ്, രാക്ഷസനെ വെറുപ്പും. എന്നാലും അവൻ ചോദിക്കുന്നത് അത്രയും രാക്ഷസനെ പറ്റിയായിരിക്കും. പൂക്കളെപ്പറ്റി അവനൊന്നും ചോദിക്കില്ല. അവൻ ഓരോന്ന് ആലോചിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ നാമം ജപിച്ചു കഴിഞ്ഞ് മുത്തശ്ശി ചുറ്റുപാടും ഒന്ന് തപ്പി നോക്കി. മെലിഞ്ഞ് കോലി പോലെ നീണ്ട വിരലുകൾ ഉണ്ണിക്കണ്ണൻ്റെ ശരീരത്തിൽ തടഞ്ഞു. അവന് മുത്തശ്ശിയുടെ വിരലുകൾ ഇഷ്ടമല്ല. പക്ഷേ മുത്തശ്ശിയെ ഇഷ്ടമാണ്. മുത്തശ്ശിയുടെ മുഖം ഇഷ്ടമാണ്. പല്ല് കൊഴിഞ്ഞ വായ കൊണ്ട് മുത്തശ്ശി എത്ര ചുംബിച്ചാലും അവനൊരലോക്യമില്ല. ആ വിരലുകൾ അങ്ങനെയല്ല. തടവുമ്പോൾ അത് ശരീരത്തിൽ വല്ലാതെ തട്ടും. അതൊട്ടും സഹിക്കാൻ കഴിയില്ല. പുരികങ്ങൾ മുഴുവൻ കൊഴിഞ്ഞുപോയ കൺപോളകൾക്കുള്ളിൽ വെള്ളനിറം കയറിയ കൃഷ്ണമണികളാണ് മുത്തശ്ശിക്കുള്ളത്. അതിന് ചന്തമില്ലെങ്കിലും അതിൽ നിറച്ചും സ്നേഹമാണുള്ളതെന്നും ഉണ്ണിക്കണ്ണൻ അറിയാം. കൂന്നാണ് മുത്തശ്ശി നടക്കുക. അത് മുത്തശ്ശിയല്ലെങ്കിൽ ഒച്ചയുണ്ടാക്കാതെ പിന്നിൽ കൂടി ഓടിച്ചെന്ന് മുതുകത്ത് ചാടി വീണ് ആന കളിക്കാൻ നല്ല രസമായിരിക്കും. മുത്തശ്ശിയായതുകൊണ്ട് അത് വയ്യ. എന്നാലും മുത്തശ്ശി മുന്നിൽ കൂടി കടന്നു പോകുമ്പോൾ പലവട്ടം അവനത് ആലോചിച്ച് നിന്നു പോയിട്ടുണ്ട്. കൈവിരലുകൾ ഉണ്ണിക്കണ്ണൻ്റെ ശരീരത്തിൽ തടഞ്ഞപ്പോൾ മുത്തശ്ശി വിളിച്ചു ചോദിച്ചു, മോനെ ഉണ്ണി, നിനക്ക് വിശക്കുന്നുണ്ടോ? അതല്ല മുത്തശ്ശി, അവൻ കതിനെ പൊട്ടിച്ചു. എനിക്കൊരു ഊഞ്ഞാല് വേണം. ഇത്തവണ കണക്കിന് പറ്റി. ഉണ്ണിക്കണ്ണൻ്റെ കതിന വെടി മുത്തശ്ശിയുടെ കാതിലെത്തി. ഊഞ്ഞാലോ? അതെന്തിനാ? ആടാനാണ് മുത്തശ്ശി. ആടി ആടി ആകാശത്തിൽ പൊങ്ങുമ്പോൾ വലിയ മരത്തിൻ്റെ കൊമ്പ് തൊടണം, ഇലകൾ പറിച്ചെടുക്കണം, കാലിൻ്റെ തള്ള വിരലുകൊണ്ട് നക്ഷത്രങ്ങളെ തട്ടിത്തെറിപ്പിക്കണം. അങ്ങനെ തൻ്റെ മോഹങ്ങൾ പലതും ഉണ്ണിക്കണ്ണൻ മുത്തശ്ശിയോട് പറഞ്ഞു. മുത്തശ്ശിയുടെ മെലിഞ്ഞു നീണ്ട കൈവിരലുകൾ അവൻ്റെ കൈത്തണ്ടയിൽ മുറുകെ ചേർന്നു. മുത്തശ്ശി അവനെ മടിയിലിരുത്തി മൂർധാവിൽ ചുംബിച്ചു. അല്പനേരത്തേക്ക് ലോകത്തിലെ എല്ലാ വൃത്തികേടുകളും അവൻ മറന്നു. മുത്തശ്ശിയുടെ ചുംബനത്തിന് ഒരു ഇളം ചൂടാണ്. പാലപ്പൂവിൻ്റെ മിനുസവുമുണ്ട്. അധികനേരം അങ്ങനെ ചുംബിക്കാൻ സമ്മതിച്ചാൽ അവൻ ഉറങ്ങിപ്പോകും. ഉറങ്ങാനുള്ള എന്തോ മയക്കുരുത്തിയുണ്ട് മുത്തശ്ശിയുടെ ചുണ്ടിൽ. അവൻ വീണ്ടും തൻ്റെ അപേക്ഷ ആവർത്തിച്ചു ഉറക്കെ, മുത്തശ്ശി, നിൽക്കൊരു ഞാൻ. ഇപ്പോൾ ഈ കഥ ഇവിടെ തീർന്നിരിക്കുകയാണ്. രാക്ഷസൻ്റെ ചിരി എന്നുള്ള കഥാസമാഹാരത്തിൽ നിന്നെടുത്ത ഒരു ചെറിയ കഥയാണ്. തിക്കൊടിയനാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കഥ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്?
ഉണ്ണിക്കണ്ണൻ അല്ലേ, ഉണ്ണിക്കണ്ണൻ്റെ ചുറ്റുപാടുകൾ. വളരെ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് ഉണ്ണിക്കണ്ണൻ. ഉണ്ണിക്കണ്ണൻ അമ്മയും മുത്തശ്ശിയും മാത്രമേ ഉള്ളൂ. മുത്തശ്ശിയാണെങ്കിൽ ചെവിയൊന്നും മുത്തശ്ശിക്ക് കേൾക്കില്ല. പക്ഷെ ധാരാളം കഥകളൊക്കെ ഉണ്ണിക്കണ്ണന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു ദിവസമാണ് ഒരു തിരുവാതിര ദിനത്തിൽ ഊഞ്ഞാലാടിയ കഥ മുത്തശ്ശി പറഞ്ഞു കൊടുത്തത്. തിരുവാതിര ദിനത്തിൽ മുതിർന്നവരും കുട്ടികളും എല്ലാവരും നിലാവത്ത് ഊഞ്ഞാലാടിയ കഥയൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഉണ്ണിക്കണ്ണനും വളരെ ആഗ്രഹമായി. ഉണ്ണിക്കണ്ണന് ഒരു ഊഞ്ഞാല കെട്ടിക്കൊടുക്കണം, ഉണ്ണിക്കണ്ണന് ഊഞ്ഞാലാടണം, ആകാശത്ത് പോയി നക്ഷത്രങ്ങളെയൊക്കെ കാലുകൊണ്ട് തട്ടി തെറിപ്പിക്കണം, മരങ്ങളിലെ ഇലകളൊക്കെ തൊടണം, ഊഞ്ഞാലാടി. അങ്ങനെ ഉണ്ണിക്കണ്ണൻ വളരെ ആഗ്രഹത്തോടു കൂടി മുത്തശ്ശിയോട് പറയുന്നു. മുത്തശ്ശിക്ക് ചെവിയൊന്നും ഒട്ടും കേൾക്കില്ല. അപ്പോൾ കഥന വെടി പൊട്ടിക്കുന്നത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ അമ്പലത്തിലൊക്കെ കഥന പൊട്ടിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്തൊരു ശബ്ദമാണല്ലേ. അപ്പോൾ അത്ര ശബ്ദത്തിൽ വേണം ഈ മുത്തശ്ശിയോട് സംസാരിക്കുവാനായിട്ട്. ഉണ്ണിക്കണ്ണൻ്റെ അമ്മയാണെങ്കിലോ, അമ്മ ഒരു വീട്ടിൽ ജോലിക്ക് പോകുന്ന സ്ത്രീയാണ്, ഒരു വലിയ വീട്ടിൽ. അപ്പോൾ അവിടെ നിന്ന് ഉണ്ണിക്കണ്ണന് ഈ തണുത്താറിയ ചോറും കറിയൊക്കെ കൊണ്ടുവരും. ഉണ്ണിക്കണ്ണന് ഒരു ദിവസം അവിടെ പോയിട്ടുണ്ട്. ഉണ്ണിക്കണ്ണന് അവിടുത്തെ അപ്പൂപ്പന് ഇഷ്ടപ്പെട്ടില്ല. ഒരു ചുണ്ടി പിടിച്ച മുഖമുള്ള ഒരു രാക്ഷസനെ പോലെയാണ് ഉണ്ണിക്കണ്ണന് അപ്പൂപ്പനെ കണ്ടിട്ട് തോന്നിയത്. പിന്നെ എന്തൊക്കെയാണ്, അപ്പോൾ ഇനി നമുക്ക് ഇതിലെ പ്രവർത്തനങ്ങളൊന്ന് നോക്കാം. ഇനി പഠന പ്രവർത്തനങ്ങൾ നോക്കാം. ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്ന കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം: കഥാപാത്ര നിരൂപണം. മുത്തശ്ശി. ഉണ്ണിക്കണ്ണനെ ഒരുപാട് സ്നേഹിക്കുന്ന കഥാപാത്രമാണ് മുത്തശ്ശി. ഉണ്ണിക്കണ്ണനും മുത്തശ്ശിയെ ഒരുപാട് ഇഷ്ടമാണ്. മുത്തശ്ശി ഉണ്ണിക്ക് ധാരാളം കഥകൾ പറഞ്ഞു കൊടുക്കും. മുത്തശ്ശിക്ക് ചെവി കേൾക്കില്ല. മെലിഞ്ഞ് കോലുപോലെ നീണ്ട വിരലുകളാണ് മുത്തശ്ശിക്കുള്ളത്. പുരികങ്ങൾ മുഴുവൻ കൊഴിഞ്ഞുപോയ കൺപോളകൾക്കുള്ളിൽ വെള്ള നിറം കയറിയ കൃഷ്ണമണികൾ. അതിന് ചന്തമില്ലെങ്കിലും അതിനുള്ളിൽ നിറയെ സ്നേഹമാണ്. കൂന്നു കൂന്നാണ് മുത്തശ്ശി നടക്കുക. മുത്തശ്ശിക്ക് ഒരുപാട് കഥകൾ അറിയാം. ഒരു ദിവസം ഉണ്ണിക്ക് ഊഞ്ഞാലാടുന്ന കഥ പറഞ്ഞു കൊടുത്തു. അപ്പോൾ മുതൽ ഉണ്ണി ഊഞ്ഞാലാടുവാൻ ആഗ്രഹിക്കുന്നു. സ്നേഹവും വാത്സല്യവും നിറഞ്ഞ ഒരു കഥാപാത്രമാണ് ഈ കഥയിലെ മുത്തശ്ശി. ഉണ്ണിക്കണ്ണൻ്റെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. വളരെ ദരിദ്രമായ ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരു കുട്ടിയാണ് ഉണ്ണിക്കണ്ണൻ. അവന് അമ്മയും മുത്തശ്ശിയും മാത്രമേയുള്ളൂ. അമ്മ ഒരു വലിയ വീട്ടിൽ ജോലിക്ക് പോയിട്ടാണ് അവനെ വളർത്തുന്നത്. മുത്തശ്ശിയുടെ കൂടെയാണ് പകൽ മുഴുവൻ അവൻ കഴിയുന്നത്. മുത്തശ്ശിക്ക് ചെവി കേൾക്കില്ല. അതുകൊണ്ട് ഒരുപാട് ഉറക്കിയാണ് അവൻ മുത്തശ്ശിയോട് സംസാരിക്കുന്നത്. മുത്തശ്ശി അവന് ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുക്കും. അവൻ്റെ അമ്മ ജോലിക്ക് പോകുന്ന വീട്ടിൽ നിന്ന് അവന് കഴിക്കുവാനുള്ള ഭക്ഷണം കൊണ്ടുവരും. തണുത്തുറഞ്ഞ ചോറും കറികളും ഒക്കെയാണ് അത്. എങ്കിലും അത് അവൻ ആസ്വദിച്ചു കഴിക്കും. അമ്മയെയും മുത്തശ്ശിയെയും അവൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഒരിക്കൽ മുത്തശ്ശി ഒരു കഥ പറഞ്ഞു കൊടുത്തു. ഒരു തിരുവാതിര രാവിൽ ഊഞ്ഞാലാടിയ കുട്ടികളെയും മുതിർന്നവരെയും കുറിച്ച്. അത് കേട്ടപ്പോൾ മുതൽ അവന് ഒരുപാട് ആഗ്രഹമാണ് ഊഞ്ഞാലാടണമെന്ന്. മുത്തശ്ശിയോട് അവൻ തൻ്റെ ആഗ്രഹം പറയുന്നു. പക്ഷേ ആരും അവന് ഊഞ്ഞാൽ കെട്ടിക്കൊടുക്കുവാനില്ല. അങ്ങനെ അവൻ സ്വപ്നം കാണുന്നു ഊഞ്ഞാലാടുന്നതായിട്ട്. കഥ വായിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ കണ്ണ് നനയുന്നുണ്ട്. എങ്കിലും ആ ചുറ്റുപാടിലും അമ്മയും മുത്തശ്ശിയും ഉണ്ണിക്കണ്ണനും എത്ര സന്തോഷത്തോടെയാണ് കഴിയുന്നത്.